എന്നാ വാ എഴുന്നേര്, ചന്തയ്ക്ക് പോകാം. എന്നെ പോണോ? പിന്നെ പോകണ്ടേ? എനിക്കാണെങ്കിൽ തണുപ്പും പിടിക്കും മടി. സാധനങ്ങളെല്ലാം തീർന്നു. മടിച്ചവിടെ ഇരുന്നതേ. നാളെ രാവിലെ ഞാൻ പാത്രം മാത്രം എടുത്ത് മുന്നോട്ട് വെച്ച് തരും. ഇനി പോയാൽ ചന്ത കാണുമോ? ചന്തയൊക്കെ ഉണ്ട്. ഉണ്ടോ? ഏത് മഴയാണേലും ചന്ത കാണാം. അത് മഴയായിരിക്കും. തന്നെയല്ല, കമ്പത്തി മഴ ഇല്ല താനും. മഴയായിരിക്കും ഇവിടെ. ഇവിടെ മഴയുള്ളതും പറഞ്ഞാൽ അവിടെ മഴയൊന്നുമില്ല. മഴ ആയതുകൊണ്ട് വിശപ്പില്ലായിരിക്കും. അതെ, മടിയാ. മടിയാണ്. അവിടെ ഇരുന്നോ, വണ്ടി എടുക്കുവോ അച്ഛാ? നമുക്ക് രണ്ടൂടെ പോവാം കേട്ടോ അച്ഛേ. വണ്ടി എടുക്കാം. വാ, നേരം പോന്നു. പോകാം. നല്ല നല്ല വെളുത്ത ഒരു കിടാവ്. ഈ മാനിന്റെ ചെവി മേലോട്ടിരിക്കുന്നല്ലേ? അതുപോലെ ആർക്കറിയാം? അയ്യോടാ, ഇറങ്ങി വാ. മഴയൊക്കെ ആയതുകൊണ്ട് പോകുന്നത് ഇഷ്ടം പോലെ കുറഞ്ഞിരിപ്പുണ്ടല്ലേ? മഴയല്ലേ അമ്മേ? മഴ ആയതുകൊണ്ടേ ഗർഭിണിയൊക്കെ ഉണ്ട്. ഒന്നും തിന്നാനില്ലല്ലോ. അയ്യോ, എല്ലാം ഉണ്ട്. ഇന്ന് ഒത്തിരി ഉണ്ടല്ലോ. അതുകൊണ്ട് ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം വിശന്ന് ഇരിക്കുക. അയ്യോ, ഒരു കുഞ്ഞിരിക്കുന്നുണ്ടോ വെച്ചാ? കുഞ്ഞ് ഇതിന്റെ മടിയില്. ഒന്ന് അതിന്റെ ഉണ്ടോ? ഉണ്ട്. അതിന്റെ ഉണ്ട്. ഈശ്വരാ, അത് 2 കുഞ്ഞുങ്ങളാ. ഒരെണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ അമ്മ, കമ്പത്തും മഴയായിരിക്കുന്നു. കണ്ടോ, താഴെ കണ്ടോ മഴയല്ലേ? അവിടെ ചെല്ലുമ്പോ മഴയൊന്നും കാണത്തില്ല. ഇല്ലേ? ഞങ്ങൾക്ക് അവിടെ ആളുണ്ട്, ഞങ്ങള് വിളിച്ച് അന്വേഷിച്ചിട്ടാ. ആണോ? അത് കൊള്ളാം. അപ്പൊ മഴ ഉണ്ടാലും തന്നെ നമ്മൾ ഒരുപാട് താമസിക്കണ്ടല്ലോ. ചന്തയിൽ ചെല്ലുക, സാധനം മേടിക്കാൻ പോരുക. അത്രേ ഉള്ളൂ. എന്നാ പോയേക്കാം. കുഞ്ഞി, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വന്നപ്പോ ഇതെല്ലാം നട്ട് വളർന്നു വരുന്നല്ലേ ഉള്ളായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല സെറ്റായില്ലേ? അമ്മ എന്ത് ചെയ്യും? മഴയാന്ന് പറഞ്ഞിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞ മഴയാന്നേ. മഴയാണോ? കുട വേണോ? ഞാൻ പറഞ്ഞല്ലേ മഴയാന്ന്. കണ്ടോ, മഴ പെയ്യുന്ന കണ്ടോ? മഴ പെയ്തോട്ടെ, എന്നാലും വേണ്ട കാല. കണ്ടോ, അപ്പുറത്ത് കണ്ടോ, അതൊരു ഫാം കണ്ടോടാ. കുട വേണോ വെച്ചേ? അതുകൊണ്ടോ, അങ്ങേറ്റത്ത് കണ്ടോ, അവിടെ ഒരു മല മാത്രം വെയിലടിക്കുന്നു. ആ ഭാഗത്തെ മേഘം മാറിയതാ, അതുകൊണ്ടാ. മേഘം നിൽക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. നല്ല രസമല്ലേ? ഇവിടെ നമ്മൾ അവിടുത്തെ പോലെ ശക്തമായിട്ട് അങ്ങ് പെയ്യുന്നില്ല. ഉണ്ടോ? ഇത് കണ്ടോ, ഒരു ഫാം ഹൗസ് കണ്ടോ? കണ്ടോ, അച്ചമ്മച്ചി കണ്ടോ, കുട എടുത്തോണ്ട് നിൽക്കുന്നതാണോ? ഞാൻ ആകുന്ന പറഞ്ഞല്ലേ. ഇവിടെ ഇപ്പൊ തുടങ്ങിയതോളല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞതാ മഴയായിരിക്കും എന്ന് പറഞ്ഞാ. മഴ അതൊന്നും സാരമില്ല ഞങ്ങക്ക്. എന്നാണല്ലോ കമ്പത്തെ ചന്തയിൽ പോയാലേ കാര്യമുള്ളൂ. പിന്നെ കമ്പത്തെ ചന്തയിൽ വന്നാൽ വിലക്കുറവ് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മേടിക്കാൻ കിട്ടും. അത് ശരിയാ. ഇത് കണ്ടോ? അയ്യോ, പോത്തിനെയോ? വാങ്ങിച്ചു കൊടുത്തേക്കാം. നല്ല പോത്തുംകിടാവ് ഉണ്ട്, 2 മേടിച്ചു കൊടുത്തു. ഇത് എന്നെ ഒരു സെറ്റ് ആയില്ല. അതിന്റെ അകത്തോട്ട് കണ്ടോ, നല്ല ഫാം ഹൗസ് അല്ലേ? അത് കാണിക്കാവോന്ന് അവരോട് ചോദിച്ചാൽ മതി. ഇതിനെ വിൽക്കുന്ന കേട്ടോ, ഇതിനെ കേട്ടോടാ, വേണമെങ്കിൽ വാങ്ങിക്കാം. അവരോട് ചോദിച്ചാൽ മതി, കാണിക്കാവോ? നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇതിനെ. ഇത് ഇവര് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന് വളർത്തുന്ന ഓരോ പ്രാവശ്യവും കൊണ്ടുവന്ന് വരും. അതിനെ പിന്നെ ആൾക്കാർ കൊണ്ടുവന്ന് ഇതിനെ വിൽക്കുമായിരിക്കും വളർത്തി. അല്ല പിന്നെ ഇതിനെ നിർത്തിയേക്കാൻ പറ്റും. മേടിച്ചുകൊണ്ട് നിർത്തുന്നതായിരിക്കും. പയറ് പൂത്ത് നിൽക്കുന്നതാണ് നല്ല രസമല്ലേ? അവിടെ മാത്രം വെയില്. അങ്ങേ അറ്റം വരെയും പയറുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ. ഇത് ഓരോ സീസൺ അങ്ങ് അനുസരിച്ച് ഇതങ്ങ് മാറുമ്പോഴേ അടുത്ത കൃഷിയായി. ഇത് നമ്മുടെ അവിടെ നീലപ്പയറും മറ്റേ ഇതുണ്ടായില്ല, ഇങ്ങനെ ഒടി വെള്ളം. അതാ ഇത്, അതിന്റെ വെള്ളയായി. അതെ. കുഞ്ഞി, ഇന്ന് നമ്മൾ പെട്ടുപോകുന്ന ലക്ഷണമാണല്ലോടാ. തമിഴ്നാട്ടിൽ വന്ന് പെട്ടുപോയി. ഇന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും ബ്ലോക്ക് ആകുന്ന ആദ്യമാണ്. അതെ, ഇതുപോലെ ബ്ലോക്ക് കണ്ടിട്ടേ ഇല്ലല്ലേ? നമ്മുടെ അവിടെ സാധാരണ മഴ പെയ്യുമ്പോ എല്ലാരും അകത്ത് ഇറങ്ങിക്കും, ഇവരെല്ലാം വെളിയിൽ ചാടി. ചായക്കടയിൽ ഭയങ്കര തിരക്കാ. 2 സൈഡിലും വഴി മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടാ ആൾക്കാർ ചായ കുടിക്കും. ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ ഒരേ കൂട്ടം ആൾക്കാരാ. നമ്മുടെ അവിടെയൊക്കെ ചായക്കടയിൽ കയറിയാ 2-4 പേര് കാണൂല്ലേ? ഇതൊരു കടയിൽ തന്നെ ആളാന്ന് കണ്ടില്ലേ?
ഏത് കടയിൽ നോക്കിയാലും അതെ. ഇവർക്ക് ട്രാഫിക് റൂൾ ഒന്നും ഇല്ല, ഹെൽമെറ്റും ഇല്ല, ഇടയ്ക്കൂടെ എല്ലാം കയറ്റിക്കൊണ്ട് പോകും. ഇവിടെ അങ്ങനെ ജനങ്ങളെ പിഴിയുന്ന പരിപാടിയൊന്നും ഇല്ല. ഇവർക്ക് ഗവൺമെന്റിന് നല്ല വരുമാനമുണ്ട്. പറ്റുമില്ല, ഫോണും വിളിച്ചാ പോകുന്നത്. ഇവിടെ പോലീസുകാർ വരെ പോകുന്നതേ ഹെൽമെറ്റ് ഒന്നും ഇല്ലതല്ല. 3 പേര് 4 പേര് 5 പേരൊക്കെയാ പോകുന്നത്. ഒന്നുമില്ല. എങ്ങനെയുണ്ട് കമ്പത്തിന്റെ ബോർഡ്? എങ്ങനെയുണ്ട്? അങ്ങനെ പറയാം. അത് തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയേക്കുന്ന കമ്പം, മേളിൽ എഴുതിയേക്കുന്ന തമിഴ്. അതെന്നാന്ന് നമ്മള് വായിക്കൂല. സന്ധ്യ ആയെന്നും പറഞ്ഞൊക്കെയാ നമ്മള് വന്നത്. പക്ഷെ എന്നാലും നല്ല തിരക്കല്ലേ? അതെ അതെ അതെ. ഇതെന്തൊരു ജനക്കൂട്ടം ഇവിടെ. അല്ല, ഇവിടെ എത്ര കേരളത്തിലേക്കായി ഇരട്ടി ജനങ്ങള് കാണും. ഇഷ്ടം പോലെ ആളുണ്ട്. പെണ്ണുങ്ങളാണേലും. അതെ അതെ, 90% മലയാളികളാ വരുന്നത്. ഏതാ ഇഷ്ടം പോലെ. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. നല്ല തിരക്കാ. സവാള 30. ഒരു കാള നിൽക്കുന്നുണ്ടോ? കാള. അവന് ഇതിനകത്തുള്ള പച്ചക്കറിയുടെ എല്ലാം ബാക്കിയെല്ലാം കഴിക്കാനായിട്ട് വന്നേക്കുന്നു. നോയിക്ക് അതിന്റെ ദേഹത്ത് മുറിച്ചിട്ടുണ്ടാരോ? മുറിച്ചേക്കുന്നല്ല, അതിന്റെ അടയാളോ. അതെടുங்க. പയറാണോ? ഇത് മറ്റേ അമരപ്പയർ. ഇതെല്ലാം 10 രൂപ സാധനങ്ങളാടാ. എല്ലാത്തിനും 10 രൂപയേ ഉള്ളൂ. ഇതൊക്കെ 10 രൂപയേ ഉള്ളൂ. വെറും 10 രൂപയേ ഉള്ളൂ ഇതിന്. കുഞ്ഞിക്ക് അത്ഭുതം. കുഞ്ഞിയെ പറഞ്ഞു വിട്ടേ ക്യാബേജ് മേടിക്കാനേ. 10 രൂപ. ഇത് നിനക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാനുള്ള ക്യാരറ്റാ. 20 രൂപയുടെ ക്യാരറ്റാ കേട്ടോ ഇത്. വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല വിലക്കുറവാ. അവര് പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ വേണ്ടിട്ടേ 20 രൂപയുടെ മാങ്ങപ്പഴം ഇടാ. അത് ഒരു നിനക്കുള്ളത് ഇത് മൊത്തം. പോരെ? നിനക്കുള്ള സാധനമാണ് നിലക്കടല. പ്രോട്ടീൻ. അതെ, പ്രോട്ടീനാ. അതെ, ഇതിപ്പോ അവൻ കുഞ്ഞ് പൊട്ടിച്ചായിരുന്നു സൈഡ്. അതേണ്ട മറ്റേ ചമ്മന്തി അരയ്ക്കാനുള്ള കടലയുണ്ട്. അപ്പോഴേ ഇതൊക്കെ പറഞ്ഞു വൈകിട്ടത്തേക്ക് എന്നാ കഴിക്കാൻ? വൈകിട്ടിന്ന് സത്യമായിട്ടും കഞ്ഞിയും പയറുവാ. നമ്മളാണെങ്കിലേ അച്ഛക്ക് വന്നിട്ട് ധൃതി ഉള്ളതുകൊണ്ട് നമ്മളാണെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ല. പെട്ടെന്ന് ഇങ്ങ് പോന്നു. അതുകൊണ്ട് നമുക്ക് കഞ്ഞിയും പയറും വെക്കാം വൈകിട്ട്. അതെ, കുഞ്ഞിക്കാണ് അത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, നാളെ കണ്ടോ ഞാൻ ഒന്നുകൂടെ മന്തി ഉണ്ടാക്കും. അതിന്റെ കുക്കറിന്റെ അകത്ത് കഞ്ഞി. ഇത് കുഞ്ഞിക്ക് പരീക്ഷിക്കാൻ തരാനുള്ളതാ കേട്ടോ, കോളിഫ്ലവർ. കുഞ്ഞി ഇത് വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്നെ. കോളിഫ്ലവർ വെച്ച് നമുക്ക് കുറച്ച് ചിക്കനും കൂടെ വാങ്ങിക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ഇപ്പൊ നീ പയറ് വെക്കണേലും ചിക്കൻ മേടിക്കാൻ പറയും, പടവലങ്ങ വെക്കണേലും നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ചില്ലി ചിക്കൻ നാളെ വൈകിട്ടത്തേക്ക് ചില്ലി ചിക്കൻ ആക്കാം. ഞങ്ങൾ എങ്ങനെയാലും ഈ പച്ചക്കറിയൊക്കെ അവയില് സാമ്പാറൊക്കെ വെച്ചായിരുന്നു.
ഈ കോളിഫ്ലവറും അതിന്റെ കൂടെ മുട്ടയും ഇട്ടാൽ മതിയല്ലോ, നല്ലതാ. ആ ഇന്നെന്തായാലും ഓംലേറ്റ് വേണം കേട്ടോ. ഇന്ന് ഓംലേറ്റ് വേണം. എന്തിനാ? കഞ്ഞിക്ക്. കഞ്ഞിക്കോ? കഞ്ഞിയും കഞ്ഞിയും പയറുവാ? അല്ലല്ല പയറ് തോരനും കഞ്ഞി. ഓംലേറ്റും. ആഹാ, ഇത് കൊള്ളാലോ. എന്നാ കഴിക്കാൻ സെറ്റ് ആക്കിക്കോളൂ. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് പെറുക്കി വെക്കട്ടെ. ഓക്കെ. മാങ്ങാപ്പഴം ചെത്തുവാണെങ്കിൽ സീരിയല് കണ്ടോണ്ട് കഴിക്കാന്നാണ് അച്ചമ്മച്ചി പറഞ്ഞത്. മാങ്ങാപ്പഴോ? ആ ഇനി എപ്പോഴാ സീരിയല് കാണുന്നത്? 9 മണി അതൊക്കെ കാണാം. ഉണ്ടോ? കത്രിക്ക ഇല്ലേ? ഈ കത്രിക്ക വെച്ച് ഏതാണ്ട് ചേട്ടാസിന് ഏതാണ്ട് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു അവിടെ? എന്നെ തെരഞ്ഞെടുത്ത അതിന്റെ പേര് മക്ലൂബ. അത് ഏതാ? വേറെ ഏതോ എന്ത് ഡിഷൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേക്ക്. നിങ്ങക്ക് പരീക്ഷിക്കാനുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഓക്കെ. അമ്മ ഇത് എന്നാ പണിയാ കാണിച്ചേ അമ്മേ? അവനെ ശർക്കര ഉണ്ടാക്കിട്ട് പിടിച്ച ഞാൻ ഇച്ചിരി കൊടുത്തു നോക്കിയാൽ വിടുക്കുന്നു. ഇതുകൊണ്ട് ശർക്കര തിന്നുന്നത് തീറ്റാണ്. കണ്ടിച്ചിട്ട് കൊടുത്തതായിരുന്നു. ഭയങ്കര ഇഷ്ടമാ മധുരം, ഭയങ്കര ഇഷ്ടമാണ്. മധുരം, തേങ്ങ, ഉപ്പ്. വട്ടയപ്പം കൊടുത്തിരുന്നേ. അപ്പൊ അവന് ഷുഗർ ഉണ്ട്, സാൾട്ട് ഉണ്ട്. വട്ടയപ്പം കൊടുത്തിട്ട് തന്നെ ഇഷ്ടമായിരുന്നത്. അതെല്ലേ? എന്നാണ് നല്ല നോക്കി ആഞ്ഞു പിടിച്ച ചിലവ അടച്ചു വെച്ചില്ലെങ്കിലുണ്ട് അതേ കയറി കിടന്ന് ഞാന്ന് തിന്നു. ആണോ? അതെ, തരി ഇരിപ്പുണ്ടെങ്കിൽ. അയ്യോ, എന്ത് കാര്യമായിട്ടോ കൈ പിടിച്ചേക്കുന്നത്. ഇപ്പൊ ഇവന് തന്നെ 2 കിലോ ശർക്കര വേണ്ടി വരുമല്ലോ. ഉറുമ്പ് വന്നിരിക്കൂടാ നിന്റെ മേത്ത്. ഒച്ച കേട്ടോ? അതിനാണല്ലോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒച്ച കേട്ടോ അത് കടിക്കുന്നത്? കുഞ്ഞി പല്ല് വെച്ചുള്ള കിരികിരിക്കിരിക്കാണ്. അതിനാണ് അവനേലും വിശപ്പ് മാറട്ടെ. അതെ. വില ആയോ? കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും. പച്ചക്കറി എല്ലാം റെഡിയാക്കിയോല്ല? എല്ലാം പെറുക്കി വെച്ചു. എന്നാ പിന്നെ കഞ്ഞിയും പയറും ആയെങ്കിൽ എടുത്തോ, കഴിക്കാം. എന്നാ പിന്നെ ശാലം കഞ്ഞിയും പയറും ഇവനോട് കൊടുത്താലോ? ഇനി അവൻ കഞ്ഞിയും പയറും പോയിട്ട് അവൻ നല്ല വയറ് നിറയെ വട്ടയപ്പം തിന്നതാ. ആണോ? വെറുതെ ഇരുന്ന എന്നെ മടി പിടിച്ചിരുന്ന എന്നെയും കൊണ്ട് കമ്പത്ത് പോയി സാധനമെല്ലാം വാങ്ങിപ്പിച്ച് തിരിച്ചു വന്നു വെച്ച് കഞ്ഞിയും പയറും. അതെ, കഞ്ഞിയും പയറും ആരോഗ്യത്തിന് നല്ലതാ. ഇപ്പൊ കമ്പത്തെ പയറാണോ ഇത്? ഒരു ബിരിയാണി മേടിച്ചോണ്ട് വരാനുള്ളതിന് നല്ല സൂപ്പർ മഴയും തണുപ്പം, ചൂട് കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും പാവയ്ക്കാത്തോരം, അല്ല പാവയ്ക്ക വറുത്തതും മുളക് വറുത്തതും മുട്ട പൊരിച്ചതും പോരായിരിക്കും. അടിപൊളി സാധനം. ഇതിക്കുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം വൈകുന്നേരം കഴിക്കാൻ കിട്ടത്തില്ല. ഈ കഞ്ഞിയുടെ പയറിനെ കൂടെ ഉണ്ടല്ലോ, ഈ മുളകില്ലേ, ഇത് സൂപ്പർ സാധനം. എനിക്ക് എന്റെ കമ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഉപ്പ്, മുളകിന്റെ കമ്പ ഞെട്ട എന്നെ ദേശം അറിയോ? കുഞ്ഞിക്ക് ഇതെല്ലാം ഉപ്പില്ലേ? ഈ ഞെട്ടേ നിറയെ ഉപ്പില്ലേ? പക്ഷെ ഇതിന് ഉപ്പില്ല. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പ് വിളഞ്ഞിരിക്കും മേളിൽ കൂടെ. ഇതെല്ലാം അങ്ങനെയില്ല. അടിപൊളി സാധനം. എത്ര ഇത് 1 വർഷം കഴിഞ്ഞ് ഉണങ്ങിയത് പാവയ്ക്കയോ? കഴിഞ്ഞ വർഷം ഉണങ്ങിയതാ. നല്ല വെയിലുണ്ടായിരുന്നപ്പോ ഉണങ്ങി പാവയ്ക്കയത്. ഉണങ്ങി അന്ന് പറഞ്ഞിട്ട് വെച്ചതാ. നമുക്കുണ്ടായിരുന്നല്ലോ സ്വന്തമായിട്ട് ഇങ്ങോട്ട് പറിച്ച് ഉണങ്ങാൻ ഇഷ്ടം പോലെ. എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണിയിലെ ഒന്നും ഇല്ലാത്ത കഞ്ഞിയും പയറുമല്ലേ സൂപ്പർ? മന്തിയാ സൂപ്പർ. കുഞ്ഞിയുടെ മന്തിയാ. അതെനിക്ക് എങ്ങനെ പറയുന്നു. നീ ഉണ്ടാക്കി തരുവാണെങ്കിൽ മന്തിയൊക്കെ നല്ലതാണേ. ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് കഞ്ഞിയും പയറും ഇഷ്ടം. അത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ആണല്ലേ? ഇതാ നല്ലത്, ഹെൽത്തി ഫുഡാ. ജിമ്മിനൊന്നും മുട്ടയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ എപ്പോഴേ തിന്നു നമ്മള് കമ്പത്തിനേപ്പം. ചെറുപയർ ഭയങ്കര ഹെൽത്തി സാധനം. അപ്പൊ കമ്പത്തിനൊക്കെ പോയിട്ട് വന്നു, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അച്ചമ്മച്ചി കഞ്ഞിയും പയറും ഒക്കെ മിക്സാക്കി നല്ല സെറ്റാക്കി ഉണ്ടാക്കി തന്നു. ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ സൂപ്പറല്ലേ? അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.